ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കരുതി എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ആ സാധനം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കുറച്ച് വളകളൊക്കെയാണ്. അപ്പം കുപ്പികളുണ്ട്, നോർമൽ കുറേ വളകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അല്ല, അത് കുപ്പിവള മാത്രം കാണിച്ചു തരുമല്ല, എല്ലാ വളയും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി. അപ്പം ഈ ഒരു കുപ്പിയിലും പിന്നെ ഈ ഒരു ബാഗിലുമായിട്ടാണ് ഞാൻ വളകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ അധികം വളകളുണ്ട്. അപ്പം ആ വളകളൊക്കെ ഞാൻ എന്തുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് ഒപ്പിച്ച് എൻ്റെ കുറച്ച് വളയാണ്, പിന്നെ അമ്മ മേടിച്ചു തന്നതുണ്ട്, ഉണ്ണിയുടെ അമ്മ മേടിച്ചു തന്നതുണ്ട്. അപ്പം കുറച്ചധികം വളകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അപ്പം ആദ്യം തന്നെ ഈ ഒരു വളയിൽ നിന്ന് തുടങ്ങാം. ഈ വള വന്നിട്ട് കഴിഞ്ഞ വർഷം ആറ്റുകാൽ പൊങ്കാലയ്ക്കല്ല, നമ്മളവിടെ ഉത്സവമൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ പോകുമല്ലോ, ആ സമയത്ത് പോയപ്പം എനിക്ക് കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ള കൂട്ടത്തില്ല. ലാവൻഡർ, വയലറ്റ്, പർപ്പിൾ അങ്ങനത്തെ ഒരു ഷെയ്ഡുകളിനോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു താല്പര്യം കൂടുതലുള്ള ആളാണ്. അപ്പം ഈ ഒരു കളർ കണ്ടപ്പോൾ വേറെ ഒരു വള എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് എത്ര ഉണ്ട്, ഇത് 2-3 ഇതിനകത്തുനിന്ന് പൊട്ടിപ്പോയി. കാരണം നമ്മൾ ഇടുന്ന സമയത്തും എല്ലാം ഇങ്ങനെ പൊട്ടിപ്പോയി. അപ്പം ഈ ഒരു വള എൻ്റെ എല്ലാം ഫേവറേറ്റാണ്. അപ്പം ഈ കളർ ഒരു ഫേവറേറ്റാണ്. കാരണം ഇതൊരു ഞാൻ അങ്ങനെ ആരെയും കയ്യിൽ ഈ ഒരു കളർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിനിങ്ങനെ സെക്കൻഡ് വന്നിട്ട് ഈ കുറേ വളകളാണ്. കാരണം ഇത് ഞാൻ ഇങ്ങനെ ഓരോരോ ഒറ്റ സെറ്റാക്കി പല വളകൾ എനിക്ക് ഇഷ്ടമുള്ള കളറിൽ നിന്നൊക്കെ പറക്കി കൊടുത്തിട്ട് ഞാൻ എടുത്തൊരു വളയാണ്. അപ്പം ഇതും ഈ പ്രാവശ്യം ആറ്റുകാൽ പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചതാണ് ഈ ഒരു കളറുകളെല്ലാം. കാരണം ഇതിങ്ങനെ പലതായിട്ടിടാം. ഇതിനകത്തൊരു ഒരു കുറച്ച് വളയുണ്ട്. ഈ ഒരു ഗ്രീൻ കളർ അല്ലാതെ കുറച്ച് വളകളുണ്ട്. അത് നല്ല രസമാണ് കാരണം. ഒരു പ്രത്യേക ഒരു ഫിനിഷ് വന്നിട്ടുണ്ട് അതിനകത്ത്. ഒരു ചെറിയൊരു ഗ്ലൈസിങ്ങും കൂടിയുണ്ട്. അപ്പം ഈ ഒരു വള അടിപൊളിയാണ്. ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചത്. കാരണം ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് എന്തോ ഒരു രസം തോന്നി അവിടെ വെച്ച് ഇട്ട് നോക്കിയപ്പം. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. കാരണം ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? എനിക്ക് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. എനിക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടൊരു എന്തോ, നമ്മൾ ചില ഡ്രസ്സ് ഇടുമ്പോൾ അതിനകത്ത് പല കളറുകളാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കൊരു രസം കാണുമല്ലോ എന്ന് കരുതി ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഇട്ടു കുറേ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഇട്ടു. അപ്പം ഇത് എൻ്റെ സെക്കൻഡ്. ഇതുമുണ്ട്. ഇവരിത്രയും ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവരെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് നമുക്ക് തോന്നുന്ന പോലെ, പിന്നെ ചില സമയത്ത് നമുക്ക് 2 വളയൊക്കെ ഇടാൻ തോന്നും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു റെഡ് വളകളാണ്. ഇത് ഇത്രയും കൂടുതലുള്ളതിൻ്റെ കാരണം ഇത് ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിനിട്ട വളയാണ്. വെഡ്ഡിങ്ങിന് ഗോൾഡും ഇതും കൂടി മിക്സ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് അങ്ങനെ ഇടണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു, കുപ്പിവള ഇടണം എന്നുള്ളത്. അപ്പം ഞാൻ കുറേ അധികം ഉണ്ണിയെ കൊണ്ട് ഇങ്ങനെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ ഡ്രസ്സ് കൊണ്ടുവരുമ്പോൾ നമുക്ക് വള കൊണ്ടുവരുമല്ലോ, ആ കൂട്ടത്തിൽ എനിക്കിങ്ങനെ കുപ്പിവള വേണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി കൊണ്ടുവന്ന വളയാണ്. ഇത്രയും എനിക്ക് അപ്പോഴും കൊണ്ടുവന്ന വളയാണ്. കാരണം ഒരിടത്ത് പോയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനമായിരുന്നു വേണ്ടത്. കാരണം ഈ ബീഡ്സ് ഇങ്ങനെ സാധനം വരുന്നതായിരുന്നു വേണ്ടത്. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് പിന്നെ അത് കുറച്ചേ കിട്ടിയോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് നോർമൽ വളയും കൂടി വാങ്ങിച്ചോളാൻ പറഞ്ഞ് ഇത്രയും കുപ്പിവള എനിക്ക് അന്ന് കൊണ്ടു തന്നതാണ്. ഇതെൻ്റെ ഫേവറേറ്റാണ്. കാരണം ഇതെൻ്റെ കല്യാണത്തിൻ്റെ ആണല്ലോ. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റാണ്. പിന്നെ എൻ്റെ ഉണ്ണി മേടിച്ചു തന്നെയായതുകൊണ്ട് ഇത് ഇച്ചിരിയും കൂടി ഫേവറേറ്റ് ആയിരിക്കും എനിക്ക്. അപ്പോൾ ഈ ഒരു വള ഇത് പൊട്ടാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് 1-2 ആ സമയത്ത് ഊരിയപ്പോൾ ഞാൻ ആ ഒരു ധൃതിയിൽ പിടിച്ച് വലിച്ച് ഊരിയപ്പോഴത്തേക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ഇത് സൂപ്പറാണ്. വൈറ്റ് വള, ഇത് ഉണ്ണിയുടെ അമ്മ എനിക്ക് തന്ന വളയാണ്. ഇത് വൈറ്റ് 4 ഉള്ളൂ. ഇതും ചില ഡ്രസ്സിൻ്റെ കൂടെ മിസ്മാച്ച് ചെയ്തിടാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. അപ്പോൾ ഇതും ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ എനിക്ക് വൈറ്റ് ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതങ്ങനെ ഇട്ടിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും ഇതിൻ്റെയും കൂടെയെങ്കിലും ഇടാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത സെറ്റ് ഓഫ് വള. അപ്പം ഇനിയുള്ളത് ഈ ഒരു വളയാണ്. കാരണം ഈ ഒരു വള എൻ്റെ അർച്ചനയുടെ കല്യാണത്തിന് എൻ്റെ രാജിച്ചേച്ചി വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് എനിക്ക്. അപ്പോൾ രാത്രി ആയപ്പോൾ എനിക്ക് വളയില്ലാന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ എവിടെയോ പോയപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് ഈ ഒരു വള. ഇതിൻ്റെ പേരായിട്ടൊരു കമ്മലും ഉണ്ട്. കമ്മൽ ഞാനകത്ത് കാണിക്കുന്നില്ല, കാരണം വേറൊരു കണ്ടന്റ് ചെയ്യണമെങ്കിൽ എൻ്റെ കമ്പനി മിസ്സാവത്തില്ലേ. അപ്പം ഈ ഒരു വള ഇതുവരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഒന്നും നശിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു രസമുണ്ട്. ഒരു ത്രെഡ് വർക്കും ഒരു സ്റ്റോണും അങ്ങനത്തെ സംഭവമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ വളയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഇടുമ്പോഴും. ആ ഡ്രസ്സിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പം ഈ ഒരു വളയും എൻ്റെ കൂട്ടത്തിലുള്ള വളയാണ്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വള. പിന്നെ അടുത്തത് ഇത് കുപ്പിവളയല്ല, ഇത് മറ്റേ നമ്മളെ കമ്പി വള എന്നൊക്കെ പറയുന്ന ടൈപ്പാണ്. ഇതും ആ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് മേടിച്ചതാണ്. പിന്നെ ഞാൻ ഇത് ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എപ്പോഴെങ്കിലും അത് ഇടേണ്ടി വന്നാൽ നമുക്ക് മാച്ച് ചെയ്തിടാമല്ലോ. അപ്പം ഈ വളയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ട് അടിപൊളിയാണ്. അപ്പം ഇതും എൻ്റെ ഒരു അടുത്ത വളയാണ്. പിന്നെ ഈ വള ഏതാണ്ട് ഞാൻ +2 പഠിക്കുമ്പോൾ വാങ്ങിച്ച വളയാണ്. പക്ഷേ ഇതിന് ഇതുവരെ ഒരു
ഒന്നും പറ്റിയിട്ടില്ല, കാരണം അത്ര സൂപ്പറാണ്. ഇപ്പോഴും ഞാൻ ഇട്ടുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു ലോക്ക് ചെയ്ത പോലെയാണ്. എത്രയായാലും ഈ ലോക്കിനകത്തുനിന്ന് എനിക്ക് ഈ വള ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ 3 സ്റ്റാർസ് ഉണ്ട്. അപ്പം അടിപൊളി വളയാണ്. ഏതിൻ്റെ കൂടെ എനിക്ക് നല്ല പോലെ മാച്ച് ആവുന്നതൊക്കെ തോന്നും. കയ്യിലിങ്ങനെ ഒതുങ്ങി നല്ല സൂപ്പറായിട്ട് കിടക്കും. കണ്ടോ ഈ ഒരു വള. ഇത് ഗണപതി അമ്പലത്തിൽ, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് ഞാനും അമ്മയും ഉണ്ണിയും കൂടി പോയായിരുന്നു. അപ്പം നമ്മൾ മേടിച്ചതാ. അപ്പം ഈ ഒരു വള അടിപൊളിയാണ്. കാരണം നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഇത് പൊക്കോളും. ഒരുവിധം മിക്സ് മാച്ചായിട്ട് എല്ലാ കളറും ഇതിനകത്തുണ്ട്. അപ്പം ഇതങ്ങ് പൊക്കോളും. പിന്നെ ഒരു സ്റ്റോൺ വർക്ക് ഉണ്ട് ഇതിനകത്ത്. ഇപ്പം 1 2 4 6 8 7 വളയേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ നിന്ന് തന്നെ പൊട്ടിയതാണ്. പിന്നെ ഞാൻ ഒരെണ്ണം അമ്മയ്ക്ക് വേറൊരു ആൻറ്റിക്കും കൊടുത്തു. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞാൽ എൻ്റെ നിന്ന് തന്നെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഈ വള ഒരു രക്ഷയുമില്ല, അടിപൊളിയാണ്. എനിക്ക് ഈ നമ്മളെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് വളയായിട്ട് തോന്നും. ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പച്ച വളകളാണ്. ഇതിനകത്ത് 2 വള ഞാൻ മിക്സാക്കി എടുത്തത്. ഇതെല്ലാം ഉണ്ണിയുടെ അമ്മ തന്നെ എനിക്ക് വാങ്ങിച്ചു തന്നെ. കാരണം എൻ്റെ പച്ച വളയെല്ലാം പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് ഈ ഒരു വളകൾ. അപ്പം ഇതും അടിപൊളിയാണ്. ഇതിനകത്ത് പിന്നൊരു വൈറ്റ് കളറും കൂടി ഉണ്ട്. അപ്പം മറ്റേ വൈറ്റുമായിട്ട് മിക്സ് ചെയ്ത് ഏതെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഈ ഒരു വളകൾ ഇങ്ങനെ സ്റ്റോൺ വെച്ച വളകൾ, ഇതിന് എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കാണാൻ ഇഷ്ടമുണ്ടായതുകൊണ്ടും പിന്നെ എനിക്ക് ഇങ്ങനെ കൈ നിറച്ച് വളയിടുന്നതിനോട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു വെച്ച് ഏതെങ്കിലും വളയുടെ മിക്സായിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് എൻ്റെ കല്യാണത്തിൻ്റെയാണ്. ഈ വൈറ്റ് സ്റ്റോൺ എല്ലാം എൻ്റെ കല്യാണത്തിന് റിസപ്ഷൻ ഇട്ട വളയാണ്. അപ്പം ഇത് ഇത്രയും നല്ല രസമാണ്. നമ്മൾ ഈ പാർട്ടി വെയറൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ജില്ലായിട്ടിരിക്കും ഇതിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇനി നെക്സ്റ്റ് നോക്കാം. ബ്ലാക്ക് കോപ്പർ അങ്ങനെ എന്തോ പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ വളയാണ്. അപ്പോൾ ഇതും എനിക്കിഷ്ടമാണ്. ഇത് ചില ഡ്രസ്സിൻ്റെ കൂടെ, പ്രത്യേകിച്ച് കറുപ്പ് ഡ്രസ്സിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പോവും. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തൊരു വള. ഇതൊക്കെ കുറേ നാളായത്. അപ്പോൾ അവങ്ങൾക്ക് ഒരു പ്രശ്നം ഇതുവരെ പറ്റിയിട്ടില്ല. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകം. ഈ ഒരു വള ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് വിനീത വാങ്ങിച്ചു തന്നതാണ്. നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഓരോ ഫെസ്റ്റിവലൊക്കെ നടക്കുമല്ലോ, മേള പോലെയൊക്കെ. അപ്പം അവിടെ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നെ ഇതും നല്ല രസമുണ്ട്. ഇതിപ്പോൾ എത്ര വർഷം, ഒരു 3 വർഷമെങ്കിലും ആയി കാണും വാങ്ങിച്ചു തന്നിട്ട്. പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം ഈ ഒരു വളയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് ഒരു വള ഇട്ടാൽ മതി, കൈ ഫുള്ളിങ്ങനെ നിറഞ്ഞിങ്ങനെ കിടന്നോളും. അപ്പം നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മളിങ്ങനെ പിടിച്ചിടുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ കിടന്നോളും. പിന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വള. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ വളകളുടെ കളക്ഷൻ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.